വെൽക്കം പപ്പിക്കുട്ടി, വെൽക്കം. അയ്യേ, എന്താ ഇത്? ഈ വൃത്തികെട്ട പാട്ടുകളൊക്കെ ആരാ ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്? ഇതൊക്കെ ഞങ്ങളെ പണിസാധനങ്ങളാ രാജാവേ. രാജാവോ? ഇവൻ ഏതാടാ ഈ കാട്ടു ബ്രാൻഡ്? അയ്യോ, ഇവനെന്റെ പണിക്കാരനാണ് തമ്പുരാനെ. നിന്റെ ഈ പഞ്ച സാധനങ്ങളൊക്കെ കൊണ്ട് നിർത്താനുള്ള സ്ഥലമാണോ ഇത്? എടുത്തോണ്ട് പോടാ, ഇല്ലെങ്കിൽ എല്ലാവരും ചവിട്ടി തെറിപ്പിക്കും. പറഞ്ഞത് കേട്ടില്ലേ? വേഗം എടുത്ത് മാറ്റണ പോത്തുകളെ. ഇപ്പൊ എടുത്ത് മാറ്റാം. ഓഹോ, അപ്രന്റീസോട് പ്രത്യേകിച്ച് വേണം, എടുത്ത് മാറ്റണ. നാട്ടിച്ചു, പട്ടച്ചാരായ കൊണ്ടൊഴിച്ച് കൊട്ടാരം നശിപ്പിച്ചു. ഇത് പട്ടച്ചാരായല്ല, വാർണിഷാണ്, വാർണിഷ്. എന്ത് വിഷമാണേലും വേഗം തൂത്ത് വൃത്തിയാക്കടാ കൊരകന്മാരെ. എടാ സുന്ദരേശ, മാനേജരെ സുന്ദരേശ, എന്തോ പോയി, ഇവിടുത്തെ പണി പോയി. ഈ മാക്കാനെ പിടിച്ച കരിവീപ്പേലിട്ട് പെരട്ടിയെടുക്കണ. എന്താണ് എല്ലാരും നോക്കി നിൽക്കുന്നത്? തമ്പുരാൻ പറഞ്ഞ് അടുത്തിരിക്കില്ലേ? ഇവനെ പൊക്കിക്കോ. മിണ്ടരുത്, എനിക്ക് എന്റെ കോൺട്രാക്ട് ആണെന്നാ വലുത്. എന്തൊരു ഭംഗി! ആ ചിരിക്കാരുടെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാടാ. വിളിക്കുന്ന കേട്ടില്ലേ? ചെല്ലടാ അങ്ങോട്ട്. നിങ്ങൾക്ക് പറ്റി പണി ഞാൻ തരാം. ആ കാണുന്ന ബാഗും പെട്ടിയെല്ലാം ചുമന്ന് അകത്തോട് വെക്കി. എവിടെ ഇറക്കി വെക്കേണ്ടത്? ഇവിടെ എവിടെയെങ്കിലും വെക്കേ. ഹലോ, ഇവിടെ ആരും ഇല്ലേ ഒന്ന് ഇറക്കി വെക്കാൻ? പൊട്ടുന്ന സാധനമായിരുന്നോ? അയ്യോ, എന്താ എന്താ എന്താ? എവിടെ നിന്ന് കിട്ടിയാ നിനക്ക് പണിക്കാരനെ? പെട്ടി ഇറക്കാൻ ഒന്ന് സപ്പോർട്ട് ചെയ്താ. സ്റ്റാൻഡിന് പ്രതീക്ഷിച്ച ബലയില്ലായിരുന്നേ. സുന്ദരേശ, എടാ സുന്ദരേശ, എന്താ?
പോത്തെ ഇത്? എന്റെ കാലിന് ഇവരെ സ്റ്റഡി ആയില്ലേ? എന്താണെന്നറിയില്ല, ഓടി വരുമ്പോ കാല് സ്ലിപ്പാവുന്നു. ഡോക്ടറെ ഒന്ന് കാണിക്കണം. ഡോക്ടറെ കാണിക്കേണ്ടത് എന്റെ കാലല്ല, കണ്ണ. കണ്ണും മുക്കുമില്ലാതെ വന്ന് എണ്ണപ്പുറത്തേക്ക് ഓടിക്കയറിയ പിന്നെ കാൽ സ്ലിപ്പാവൂലേ? എന്നെ ശരിയാണ്. ഇവിടെ ആരാ എണ്ണ വെച്ചത്? എന്താടാ പ്രശ്നം? എണ്ണ, ഓയിൽ ഓയിൽ. തമ്പുരാൻ എന്നെ വിളിച്ചോ? ഇങ്ങനത്തെ അഹങ്കാരികളെ കൊണ്ടാണോ നീ ഇവിടെ ജോലിക്ക് വന്നിരിക്കുന്നത്? പെട്ടി നോക്കാൻ പറഞ്ഞ വൈരാഗ്യത്തിന് ഇവനൊന്ന് നേരെ കൊണ്ടുവന്ന് സ്റ്റാൻഡിലെറിഞ്ഞ് സ്റ്റാൻഡ് ഒടിച്ചു. അയ്യോ, വൈരാഗ്യം കൊണ്ടൊന്നുമല്ല, ഭാരം താങ്ങാൻ പറ്റാത്തോണ്ടാ. മുടിഞ്ഞ വെയിറ്റ് ആയിരുന്നു. മിണ്ടരുത്. എന്ത് പറഞ്ഞാലും മിണ്ടാതെ എന്ന് കേട്ടോണം. തമ്പുരാൻ ഇവൻ എന്ത് വേണേലും ചെയ്തോളാം, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇവനെ ഒന്നും ചെയ്യണ്ട, എനിക്കിതിന്റെയൊക്കെ വില കിട്ടിയാ മതി. അത് നീ തന്നെ തരണം. സന്തോഷായി, നല്ല സന്തോഷായി. നീ വാ. അതെ, സോറി. ഇവിടെ തന്നെ ഇറക്കി വെച്ചേക്ക്, മുറിയിലേക്ക് കയറണ്ട. എനിക്ക് എന്താ വേണ്ടത്? അല്ല, അത് പിന്നെ എല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടെന്ന് പറയാൻ വേണ്ടി ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയതാ. പറയണെന്തിന്? എനിക്ക് കാണാലോ. ഓ, അയ്യോ സോറി. അയ്യേ, എന്താ ഇത്? എനിക്കിതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാനിവിടുത്തെ പണിക്കാരനോ അല്ല. ഓഹോ, ആ. എങ്കിൽ ഈ സാധനങ്ങളൊക്കെ തന്നെ എടുത്തന്നെ കൊണ്ട് വെച്ചേക്ക്. ഞാൻ പണിക്കാരെ കൊണ്ട് എടുപ്പിച്ചോളാം. അയ്യോ വേണ്ട മേഡം, അത് നീ തന്നേക്ക്, ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചോളാം. ഓ നമസ്കാരം. എന്താ അവളുടെ ഒരു ജാട. കരണം നോക്കി ഒന്ന് പൊട്ടിക്കണമെന്ന് എപ്പ വിചാരിച്ചോളൂ. ദൈവം അത് ഇത്രയും പെട്ടെന്ന് സാധിച്ചേരുന്ന ഞാൻ വിചാരിച്ചില്ല തമ്പുരാട്ടി. ദൈവമേ, കാറ്റ് പോയോ? തമ്പുരാട്ടി, തമ്പുരാട്ടി, തമ്പുരാട്ടി. അയ്യോ, അയ്യോ, എടാ തെണ്ടി! അയ്യോ, തല്ലിക്കൊന്ന് കുഴിച്ച് മൂടായി പട്ടിയെ. ഞാൻ പറയട്ടെ. അതെ, ഞാൻ ഷോക്ക്. മോളെ, മോളെ, മോളെ. ഞാൻ പറയുന്നത് അയ്യോ ദൈവമേ, എന്ത് പറ്റി എന്റെ പൊന്നുമോക്ക്? എന്ത് പറ്റിയെന്നോ? ഇവൻ ഞാനൊന്നും ചെയ്തില്ല. എടാ വിടാവനെ. എടാ പന്നി മിണ്ടിപ്പോയത്. നീ ഒരു രക്ഷകനോ? കൊന്നുകളെ ഞാൻ. എന്നാ കൊല്ലേ. നോക്കിയെടുക്കാവുന്ന പിടികളവന്മാരെ കൊണ്ടുപോകുമാരെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ വിട്, അവരെങ്ങോട്ട് വിടാൻ. അയാൾ എന്നെ ഒന്നും ചെയ്തതല്ല, എനിക്ക് ഷോക്ക് അടിച്ചതാണ്. ആ സ്വിച്ചിൽ നിന്ന് എനിക്ക് ഷോക്ക് അടിച്ചു. അയാൾ എന്നെ വന്ന് രക്ഷിച്ചത്. ഷോക്ക് അടിച്ചെന്നോ? അത് ഈ കൊട്ടാരത്തിലൂടെ ഷോക്ക് ഇരിക്കുന്നു. അത് ഈ സ്വിച്ചിൽ നിന്ന്. ചത്തോ? ഷോക്ക് അടിച്ച് ഇതുപോലെ നിന്ന് കരിഞ്ഞ് ചാകാൻ തുടങ്ങിയപ്പോ രക്ഷിച്ചതാ. ശ്വാസം നിലച്ചെന്ന് തോന്നിയപ്പോ കൃത്യമായിട്ട് ശ്വാസവും കൊടുത്തു. അതിനാണ് നിങ്ങൾ എല്ലാരും കൂടി ഞങ്ങൾ ഇങ്ങനെ തല്ലി ചതച്ചത്. മതിയടാ, ഇവിടുത്തെ ജോലിയും താമസമൊക്കെ മതി. നമുക്ക് പോവാം. വാ വാടാ.
ഇനിയും ഷോക്ക് അടിക്കുമല്ലോ. അപ്പൊ കൃത്രിമ ശ്വാസോച്ഛ്വാസം തരാൻ ഞങ്ങൾക്ക് സൗകര്യപ്പെടില്ല. ഇളയപ്പന് ബോധം വരികയാണെങ്കിൽ ഞങ്ങൾ സ്ഥലം വിട്ടു എന്ന് പറഞ്ഞേക്കും.